ആരാധ്യയായ ഡോക്ടർ ദിവ്യ എസ് അവർ, ശ്രീ കെ വി ഷാജി അവർ, ശ്രീ മധുസൂദനൻ നായർ അവർ, ശ്രീ പി കെ കൃഷ്ണദാസ് ജി, ശ്രീ പി എൽ ധർമ്മ, ശ്രീ പി പത്മകുമാർ, ശ്രീ കെ പി സുരേഷ്, ശ്രീ നിതീഷ് കുമാർ, ശ്രീ വി കെ മുരളീധരൻ, ശ്രീ അപ്പു ജോസഫ്, മറ്റ് വലിയൊരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിനായി ഈ ശിവഗിരി കുന്നുകളിലേക്ക് എത്തിയിരിക്കുന്ന എൻ്റെ ആരാധ്യരായ ഗുരുജനങ്ങളെ, തീർത്ഥാടകരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഗുരുദേവ ദർശനങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊണ്ട് വ്രതശുദ്ധിയോടെ ഈ നാളുകൾ കടന്നു പോകുമ്പോഴേക്കും പൊതുസമൂഹത്തെ നോക്കിക്കാണുന്ന, പൊതുസമൂഹത്തിൻ്റെ മുന്നേറ്റം ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിക്കും തോന്നുന്നത്, ഓരോ തീർത്ഥാടന ദിനത്തിലും തോന്നുന്നത്, ഇന്നത്തെ പശ്ചാത്തലം മനസ്സിൽ കണ്ടുകൊണ്ടാണോ, ഇന്നത്തെ ആവശ്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടാണോ ഗുരുദേവൻ ഈ ലക്ഷ്യങ്ങൾ വച്ചത്. ഓരോ കാലഘട്ടത്തിലും നമുക്ക് ഗുരുദേവൻ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ അതാത് കാലഘട്ടത്തിന് അനുസരിച്ചുള്ളതാണെന്ന് നമുക്ക് തോന്നിപ്പോകും. വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും അന്ന് പ്രസക്തമായിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ അതിനേക്കാൾ കൂടുതൽ ഇന്ന് പ്രസക്തമാണ്, നാളെയും പ്രസക്തമായിരിക്കും. ഇന്നിവിടെ കൃഷി, കച്ചവടം, കൈത്തൊഴിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ ഗുരുദേവ ദർശനങ്ങളുടെ അടിസ്ഥാനമാക്കി സംസാരിക്കുമ്പോൾ തീർച്ചയായും ഇന്ന് ഏറ്റവും പ്രാധാന്യമുള്ള, ഏറ്റവും ചർച്ച ചെയ്യേണ്ട, ഏറ്റവും ആവശ്യമുള്ള മുദ്രാവാക്യങ്ങളാണ്, ലക്ഷ്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തെന്ന് തോന്നിപ്പോ. എനിക്ക് തോന്നുന്നത് കേരളത്തിലാണ് ഗുരുദേവൻ ജനിച്ചത്. കേരളത്തിന് വേണ്ടിയാണോ അദ്ദേഹം ഇതൊക്കെ പറഞ്ഞത്, ഇന്നത്തെ കേരളത്തിന് വേണ്ടിയാണോ അദ്ദേഹം ഇതൊക്കെ പറഞ്ഞതെന്ന് തോന്നിപ്പിക്കും വിധമാണ് രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ എന്നുള്ള കപ്പാസിറ്റിയിൽ ഞാൻ ഈ പരിപാടിക്ക് അധ്യക്ഷം വഹിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് 1-2 മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊക്കെ തന്നെ വളരെ സജീവമായി ചർച്ച ചെയ്ത് കടന്നുപോയ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തന കാലഘട്ടങ്ങളായിരുന്നു. ആ സമയത്ത് തിരുവനന്തപുരത്തെ സ്നേഹിക്കുന്ന ജനങ്ങളുടെ മുൻപാകെ ഞങ്ങൾ വച്ച ലക്ഷ്യങ്ങൾ, സ്വപ്നങ്ങൾ, 4 കാര്യങ്ങളിൽ തിരുവനന്തപുരത്തെ ഞങ്ങൾ മുന്നോട്ട് നയിക്കും. 4 കാര്യങ്ങൾ ഊന്നിക്കൊണ്ട് അടിസ്ഥാന പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കുന്നതോടൊപ്പം തിരുവനന്തപുരം പോലൊരു പട്ടണത്തിൻ്റെ അനന്തമായ വികസന സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് ആ വികസന സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്ക് ഏതു തരത്തിലുള്ള കുതിപ്പാണ് ഉണ്ടാകുന്നത് എന്നുള്ള സ്വപ്നം ലക്ഷ്യത്തിൽ വെച്ചുകൊണ്ട് 2047 ആകുമ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും വലിയ വികസിത രാഷ്ട്രമായി ഭാരതം മാറും എന്നുള്ള ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നൊരു ലക്ഷ്യമായിരുന്നു ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ വെച്ചത്. ആരാധനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തിന്റെ ഗുരുസ്ഥാനത്തെത്തി നിൽക്കുന്ന രാഷ്ട്രമായി ഭാരതത്തെ എത്തിക്കണം എന്ന ലക്ഷ്യവുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യത്തെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ഓരോ മണൽത്തരിക്കും, ഈ രാഷ്ട്രത്തിലെ ഓരോ ജീവജാലങ്ങൾക്കും അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള, അതിൽ സംഭാവന ചെയ്യുവാനുള്ള ഉത്തരവാദിത്വമുണ്ട്, ചുമതലയുണ്ട്, ബാധ്യതയുണ്ട്. ആ ബാധ്യതയുടെ ഒരു ഭാഗം തിരുവനന്തപുരത്ത് ഞങ്ങൾ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ജനങ്ങളെ സമീപിച്ചത്. ഞാനിത് ഇന്നത്തെ ഈ വിഷയങ്ങൾ പശ്ചാത്തലമാക്കി ഞാൻ ഒരിക്കൽ കൂടി അത് ഈ സമ്മേളനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട ദിവ്യ എസ് ഇവിടെ ഉണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു തുറമുഖമാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം. അതിന് ഊടും പാവം നെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളിലൊന്നാണ് ദിവ്യ എസ് അയ്യർ. മുംബൈ തുറമുഖത്തെക്കാൾ കൂടുതൽ പ്രകൃതിദത്തമായി അനുഗ്രഹിക്കപ്പെട്ട തുറമുഖമായതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വികസന സാധ്യതകളുണ്ട്. ഒരു തുറമുഖവുമായി ബന്ധപ്പെട്ട് അനുബന്ധ മേഖലകളിൽ ഒരുപാട് സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി ഇപ്പോഴും ഒരുപാട് ഘടകങ്ങൾ തടസ്സമായി നിൽക്കുന്നതിലൂടെയാണ് ഇന്നലെ വരെ നമ്മൾ കടന്നു വന്ന രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ച് ചർച്ചകൾ ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞത്. ഒരു സന്തോഷമുണ്ട്. ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ എത്തി നിൽക്കുമ്പോൾ
നമ്മളൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന ദർശനങ്ങളിൽ ആശയ അടിത്തറകൾ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് സമൂഹത്തോട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുവാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു സമ്മേളനമായതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിച്ചുകൊണ്ടാണ് ഈ സമ്മേളനത്തിൽ വരുന്നത്. പല സമ്മേളനങ്ങളിലും പോകുമ്പോഴേക്കും പരിമിതികളുണ്ട്, നിയന്ത്രണങ്ങളുണ്ടാകും. പക്ഷേ പറയാനുള്ളത് മുഖത്ത് നോക്കി ആത്മാഭിമാനത്തോടെ തല ഉയർത്തി പറയുവാൻ സ്വാതന്ത്ര്യമുള്ളൊരു സമ്മേളനമായതുകൊണ്ട് കൂടി തന്നെ ഞാൻ പറയുന്നു, വിഴിഞ്ഞം തുറമുഖം പോലെ തിരുവനന്തപുരത്തിനും കേരളത്തിനും അനന്തമായ സാധ്യതകൾ ഉണ്ടായിരുന്ന, ഒരുപക്ഷെ ലോകത്തിന്റെ നെറുകയിലേക്ക് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ എത്തിച്ചേരാമായിരുന്ന പല കാര്യങ്ങളും പ്രയോജനപ്പെടാതെ പോയത് അതിന് ഉചിതമായ രാഷ്ട്രീയ പശ്ചാത്തലം ജനാധിപത്യ കേരളത്തിൽ നാളിതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊണ്ട് തന്നെയാണ്. അവിടെയാണ് ഞങ്ങൾ തിരുത്തൽ ആഗ്രഹിക്കുന്നത്. 2014 മുൻപ് വരെ ഉണ്ടായിരുന്ന ഭാരതമല്ല 2014 ശേഷം. ഞങ്ങൾ അടിസ്ഥാന പശ്ചാത്തലത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത്, തിരുവനന്തപുരത്തും കേരളത്തിലും ഇല്ലാത്തത് കൊണ്ട് വിഴിഞ്ഞം തുറമുഖം കേന്ദ്രീകരിച്ചു കൊണ്ടുവരുന്ന പല ബിസിനസ്സുകളും ഒരു 10-20 കിലോമീറ്റർ കൂടി അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ആരംഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെയാണ് തിരുവനന്തപുരത്തും ബാംഗ്ലൂരും ഹൈദരാബാദിലുമൊക്കെ തന്നെ IT മേഖല ഒരുമിച്ച് ആരംഭിച്ചതാണ്. ബഹുമാനപ്പെട്ട EK നയനാർ കേരള മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തൊക്കെയാണ് അതിൻ്റെ ചർച്ചകൾ തുടങ്ങിയത്, ആരംഭിച്ചത് ടെക്നോ പാർക്ക്. ഇന്ന് ബാംഗ്ലൂരും ഹൈദരാബാദും എവിടെ എത്തി നിൽക്കുന്നു, തിരുവനന്തപുരം എവിടെ എത്തി നിൽക്കുന്നു എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും നമ്മൾ കടന്നു വന്ന വഴി നേരായിരുന്നു എന്ന്. IT മേഖല വികസിക്കുമ്പോഴേക്കും കുറച്ച് എഞ്ചിനീയർമാർക്ക് മാത്രമല്ല ജോലി കിട്ടുന്നത്, അതുമായിട്ട് ചേർന്ന് വരുന്ന അനുബന്ധമായിട്ട് ഒരുപാട് സ്ഥാപനങ്ങൾ വരും. ടാക്സി ഡ്രൈവർമാർക്ക് ജോലി കിട്ടും, ക്ലീനിങ് സ്വീപ്പർമാർക്ക് ജോലി കിട്ടും, അതുപോലെ തന്നെ പെട്രോൾ പമ്പുകൾ കൂടുതൽ വരും, വർക്ക്ഷോപ്പുകൾ കൂടുതൽ വരും, ആശുപത്രികൾ കൂടുതൽ വരും. സന്തോഷകരമായ ഒരു കാര്യം പറയട്ടെ, ഞങ്ങൾ മുന്നോട്ട് മറ്റൊരു കാര്യം പറഞ്ഞു, പിൽഗ്രിം ടൂറിസം. ശിവഗിരി ലോകം മുഴുവനും തന്നെ അറിയപ്പെടുന്ന, ലോകത്ത് മാറ്റം കൊണ്ടുവരുവാൻ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കാൻ പറ്റുന്നൊരു പ്രസ്ഥാനമാണ്, ഒരു ആസ്ഥാനമാണ് ശിവഗിരി. ആറ്റുകാൽ ക്ഷേത്രം, പത്മനാഭസ്വാമി ക്ഷേത്രം, ഭീമാപള്ളി, വെട്ടുകാട്, ഇങ്ങനെ ലോകത്ത് തന്നെ ആത്മീയതയുടെ സന്ദേശം പ്രചരിപ്പിക്കുവാൻ ഉതകുന്ന നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങൾ തിരുവനന്തപുരത്തുണ്ട്. ഇതിനൊക്കെ തന്നെ ചേർത്ത് വച്ചുകൊണ്ടൊരു പിൽഗ്രിം ടൂറിസം ആരംഭിച്ചു കഴിഞ്ഞാൽ, കേന്ദ്ര വിദേശ മന്ത്രാലയത്തിൻ്റെ ഉൾപ്പെടെ സഹായ സഹകരണത്തോടെ ആരംഭിച്ചു കഴിഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട, മക്കയിലും മദീനയിലും പോകും പോലെ ഒരുപക്ഷെ കുംഭമേളയിലേക്ക്, ഉത്തർപ്രദേശിൽ കുംഭമേളയിലേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കോടിക്കണക്കിന് ജനങ്ങൾ എത്തുന്നത് പോലെ നാളെ നമ്മുടെ തിരുവനന്തപുരവും കേരളവും ആയി മാറിയിരിക്കാം. പക്ഷേ പൊട്ടക്കിണറ്റിലെ തവളയെ പോലെ ഇരുന്നു കൊണ്ട് രാഷ്ട്രീയ കാഴ്ചപ്പാടോടെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അനന്തമായ സാധ്യതകളുണ്ട്. മെഡിക്കൽ ടൂറിസം ഞങ്ങൾ പലപ്പോഴും പറഞ്ഞു, 5 ലക്ഷം രൂപയ്ക്ക് തിരുവനന്തപുരത്ത് ചെയ്യുന്ന ഒരു ഹൃദയ ശസ്ത്രക്രിയ സൗദി അറേബ്യയിലോ മറ്റേതെങ്കിലും വിദേശ രാജ്യങ്ങളിലോ പോയി കഴിഞ്ഞാൽ 50 ലക്ഷം രൂപയാണ്. നമ്മുടെ പല്ലിൻ്റെ ചികിത്സ 50,000 രൂപയ്ക്ക് കേരളത്തിൽ ചെല്ലുന്ന പല്ലിൻ്റെ ചികിത്സ ലണ്ടനിൽ പോയി കഴിഞ്ഞാൽ 10 ലക്ഷം രൂപയാണ്. എന്തുകൊണ്ട് നമ്മുടെ തിരുവനന്തപുരത്തെ ആശുപത്രികളെ ഒക്കെ തന്നെ സമന്വയിപ്പിച്ചുകൊണ്ട് പാക്കേജുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മെഡിക്കൽ ടൂറിസം ആരംഭിച്ചുകൂടാ? ലക്ഷക്കണക്കിന് രോഗികൾ ഇപ്പോൾ മയോ ക്ലിനിക്കിലേക്ക്, ഇന്നലെ ഞാനൊരു പരിപാടിയിൽ പങ്കെടുത്തു. നമ്മുടെ മയോ ക്ലിനിക്കിലെ US ക്യാൻസർ വിദഗ്ധൻ KK പിള്ള സാർ ഇന്നലെ പങ്കെടുത്ത ഒരു പരിപാടിയിൽ ഹയാത്ത് ഹോട്ടലിൽ ഞാൻ പങ്കെടുത്തു. ഇതുപോലുള്ള മലയാളികളായിട്ടുള്ള വിദഗ്ധരായ ഡോക്ടർമാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട്. അവരുമായൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് മെഡിക്കൽ ടൂറിസം ആരംഭിച്ചു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ചികിത്സ തേടി, കുറഞ്ഞ നിരക്കിൽ മികച്ച ചികിത്സ തേടി ലക്ഷക്കണക്കിന് ആൾക്കാർ തിരുവനന്തപുരത്ത് വരുമ്പോഴേക്കും അവർ നമ്മുടെ എക്കണോമിയിലേക്ക് ഫണ്ട് ചെയ്യുന്ന പണം എല്ലാ മേഖലയിലേക്ക് ഒഴുകിയിറങ്ങും. സ്വാഭാവികമായിട്ട് എംപ്ലോയ്മെന്റ് ജനറേഷൻ, തൊഴിലവസരങ്ങൾ ഉണ്ടാകും, സാമ്പത്തിക ഘടന മെച്ചപ്പെടും. ഈ രീതിയിലുള്ള സ്വപ്നങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഭരണകൂടങ്ങൾക്ക് ജനതയെ നേരിൻ്റെ പാതയിലേക്ക് നയിക്കുവാൻ സാധിക്കുന്നത്. എൻ്റെ ഊർജം എനിക്ക് പരമാവധി എനിക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ചെലവഴിക്കാൻ സാധിക്കുകയും അതിന് എനിക്ക് കൈനിറയെ പണം ലഭിക്കുകയും ചെയ്താൽ എൻ്റെ ജീവിതം തൃപ്തികരമായി, അസ്വസ്ഥത സമൂഹത്തിൽ ഉണ്ടാവുകയില്ല. വ്യവസായവുമായി ബന്ധപ്പെട്ട അനന്തമായ സാധ്യതകളാണ് നമ്മെ ഒക്കെ കാണുന്നത്. ഗുരുദേവൻ അന്ന് പറഞ്ഞ ദർശനങ്ങൾ ഇന്നത്തെ പ്രാധാന്യവും ഇന്നത്തെ പശ്ചാത്തലവുമാണ് ഞാൻ വരച്ചു കാട്ടുവാൻ ഉദ്ദേശിച്ചത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സമയം ഒരുപാട് വൈകിയതുകൊണ്ട്. കൃഷിയെക്കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട് ഈ സമ്മേളനം ചർച്ച ചെയ്യേണ്ടത്, പ്രധാനമായും ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസ വിചക്ഷണരൊക്കെ ഉള്ള വേദിയായതുകൊണ്ട് ഞാൻ പറയുന്നത്, എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെയാണ്, ABVP-യിലൂടെയാണ് പൊതുരംഗത്ത് വന്നത്. ഒരുപാട് അഗ്രികൾച്ചർ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലുമൊക്കെ തന്നെ നിരവധി വർഷം സംഘടനാ പ്രവർത്തനത്തിൽ പോയിട്ടുണ്ട്.
ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് പ്രബന്ധങ്ങൾ റിസർച്ച് വർക്കിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നത്. നിങ്ങൾ അറിയാം, ഞാനും നിങ്ങളും നികുതി കൊടുക്കുന്ന ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ റിസർച്ചിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് തെറ്റല്ല, ശരിയാണ്, റിസർച്ച് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, എത്ര പ്രബന്ധങ്ങളുടെ റിസർച്ച് ചെയ്ത് കണ്ടെത്തിയ എത്ര പ്രബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ വാഴയുടെ അസുഖം വന്നാൽ ചികിത്സിക്കുന്നത്? തെങ്ങിന് അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സ നടത്തുവാനുള്ള ഏതെങ്കിലും ഒരു പ്രബന്ധം വന്നിട്ടുണ്ടോ? അതുപോലെ തന്നെ മത്സ്യങ്ങൾ പിടഞ്ഞു വീണ് മരിക്കുമ്പോൾ അതിന് മരുന്ന് കണ്ടെത്തുവാനുള്ള ചികിത്സ നേടുവാനുള്ള ഏതെങ്കിലും പ്രബന്ധം വന്നിട്ടുണ്ടോ? ഇപ്പോഴും നമ്മൾ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുക. റിസർച്ചുകൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന പണം, ആ പണമൊക്കെ തന്നെ അതിൻ്റെ പേരിൽ വാങ്ങിയിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുവാനുള്ള കേന്ദ്രങ്ങളായിട്ട് കലാശാലകളെയും യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളെയും ഉപയോഗിക്കുമ്പോഴാണ് കൃഷിയെക്കുറിച്ച് നമ്മൾ വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരുന്നത്. കാർഷിക മേഖലയിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇങ്ങനെ പലപ്പോഴും പറയാറുണ്ട്, ശാസ്ത്രജ്ഞൻ റോക്കറ്റ് ഉണ്ടാക്കാം, പക്ഷെ റോക്കറ്റ് ഉണ്ടാക്കണമോ വേണ്ട എന്നും റോക്കറ്റ് വിക്ഷേപിക്കണമോ വേണ്ട എന്നും തീരുമാനിക്കുന്നത് രാഷ്ട്രീയക്കാരനാണ്. ജനാധിപത്യത്തിൽ എങ്ങനെയാണ്? ഡെമോക്രസിയിൽ അതാ സെറ്റപ്പ്. പട്ടാളക്കാർ യുദ്ധം ചെയ്യുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോൾ യുദ്ധം ചെയ്യണോ വേണ്ടേ എന്ന് അവസാന തീരുമാനമെടുക്കുന്ന രാഷ്ട്രീയക്കാരനാണ്. ഏറ്റവും മികച്ച വിദ്യാർത്ഥി അവൻ എന്താണ് പഠിക്കേണ്ടതെന്നുള്ള പാഠപുസ്തകത്തിൽ ആ സിലബസിൽ ഫൈനലിൽ സാങ്ഷൻ ചെയ്യുന്ന രാഷ്ട്രീയ നേതാവാ. അതാണ് ഡെമോക്രസി. ഡെമോക്രസിയുടെ സൗന്ദര്യവും അപകടവും അതാ. അതുകൊണ്ട് തന്നെ വിശാലമായ കാഴ്ചപ്പാടുള്ള, ലോകം നടക്കുന്നതിന് മുൻപേ നടക്കുവാൻ വേണ്ടി ശേഷിയുള്ള പൊതുപ്രവർത്തകർ അങ്ങനെയുള്ള ആശയങ്ങൾ, വിജയിച്ച ആശയങ്ങൾ, പരാജയപ്പെട്ട നാട് പുറന്തള്ളിയ ആശയങ്ങളല്ല, മറിച്ച് വിജയിച്ച ആശയങ്ങൾ, നാടിനെ നേരിൻ്റെ പാതയിലേക്ക് നയിക്കേണ്ട ആശയങ്ങൾ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ മാത്രമാണ് ഗുരുദേവ ദർശനങ്ങൾ ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ പ്രാവർത്തികമാക്കുന്നത് എന്നാണ് ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യേണ്ടതെന്നാണ് ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി എനിക്ക് നിങ്ങളോട് പറയുവാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. തീർച്ചയായിട്ടും ഏറ്റവും പ്രസക്തമായ കാര്യങ്ങളാണ് ഇന്നിവിടെ ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നതുകൊണ്ട് എന്നെക്കാൾ പ്രഗത്ഭരമായ വ്യക്തിത്വങ്ങളൊക്കെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനുള്ളതുകൊണ്ട്, സംസാരിക്കുവാനുള്ളതുകൊണ്ട് ഞാനിവിടെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. ഉദ്ഘാടന പ്രസംഗത്തിനായി നബാർഡിൻ്റെ ചെയർമാൻ